മനുഷ്യ രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ അതായത് രാജ്യത്തിനെതിരെ പറയുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഇവിടെ സൈനികരെ അവഹേളപ്പെടുത്തുക, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തുക, അങ്ങനെയുള്ള രീതികൾ. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യമാകമാനം മോദിയെ സ്തുതിക്കുന്ന സമയം, രാജ്യം മാത്രമല്ല ലോക നേതാക്കൾ പോലും മോദിയെ സ്തുതിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രവർത്തികളെ കൃത്യമായിട്ട് വിലയിരുത്തുന്നു. നമ്മുടെ സർവകക്ഷി സംഘമെല്ലാം തന്നെ ലോകമെമ്പാടും പോയി സംസാരിച്ച് ഇന്ത്യയുടെ വില കൃത്യമായിട്ട് അവിടെ അറിയിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ രാഹുൽ ഗാന്ധി ഇവിടെ മോദിക്കെതിരെ പരാമർശങ്ങൾ നടത്തുന്നത്. അതായത് ട്രംപിനെ വെച്ചാണ് ഇവിടെ കളിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഇവിടെ അഖിൽ മാരാറിനെ കേസെടുത്തത് ട്രംപിന് മുമ്പിൽ, അതായത് അമേരിക്കയുടെ വിയർട്ടലിന് മുന്നിൽ ഇന്ത്യ കീഴടങ്ങിയതാണ്. അതേപോലെ തന്നെ ഇവിടെ സമാനമായിട്ടാണ് രാഹുൽ ഗാന്ധിയും പറഞ്ഞത്. ട്രംപ് ഫോം വിളിച്ചു, നരേന്ദർ സറണ്ടർ എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് മോദി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്ന് നമുക്ക് പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവാണ്, നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. അപക്വമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിൽ നേരത്തെയും രാഹുൽ ഗാന്ധിക്ക് വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. കോടതി അടക്കം വടിയെടുത്തിട്ടുള്ള സമീപനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് അലഹബാദ് കോടതി രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു സുപ്രധാന പരാമർശം നടത്തുകയുണ്ടായി. അതായത് 2022 ഇന്ത്യ ചൈനീസ് പ്രകോപനം, സൈനികർക്ക് നേരെ ഇന്ത്യൻ സൈന്യവും ചൈനീസ് സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി. അതിൽ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു പരാമർശം, ഇന്ത്യൻ സൈനികരെ ചൈനീസ് സൈനികരെല്ലാം തല്ലിച്ചതച്ചു എന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന്. ഇതിനെതിരെ കോടതി തന്നെ ഇപ്പോൾ അനാവശ്യമായിട്ട് സൈനികരെ പറയുന്നത് മോശമാണെന്നുള്ള രീതിയിലൊക്കെ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 1971 കോൺഗ്രസ് സഖ്യം എടുത്തൊരു നിലപാട്, അതുകൊണ്ട് അമേരിക്കയുടെ കൂടെ ഒന്നും പോയിട്ടില്ലായിരുന്നു, കോൺഗ്രസിന് നിലപാടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞൊരു പരാമർശം നടത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് രാഷ്ട്രീയം കലർത്തുന്നു. ഇവിടെ മോദി ഒരിക്കലും ഇന്ദിരാഗാന്ധിയായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടില്ലായിരുന്നു. മാത്രമല്ല ഓരോ ശശി തരൂർ പറഞ്ഞ വാക്കുകൾ എടുത്താൽ ഓരോ കാലത്തിനും അനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും. ഇപ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായിട്ടുണ്ട്, ആ സൈനിക പുരോഗതി എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ നടപടികളെല്ലാം ശക്തമായിട്ടുണ്ട്, പ്രതിരോധ രംഗമടക്കം ശക്തമായിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ പല രീതിയിലും പരാമർശങ്ങൾ നടത്തുന്നു, വിവാദ നായകനാകുന്നു. പ്രത്യേകിച്ച് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ സാധാരണ ജനങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് ഒരു എന്ത് പറയാനാണ്, സ്വയം പറഞ്ഞ് അപഹാസ്യനാകുന്നു. അല്ലെങ്കിൽ പ്രതിപക്ഷ നിര അത്രയും താഴ്ന്നു പോകുന്ന ഒരു സംസാരം കൂടി വരുന്നുണ്ട്. മഞ്ജുയുടെ കാഴ്ചപ്പാടിൽ രാഹുൽ ഗാന്ധി എന്താണ് ഇപ്പോൾ നടത്തുന്ന പരാമർശങ്ങൾ ശരിയാണോ? ജനാധിപത്യ സംവിധാനം ഉള്ള ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും പ്രതിപക്ഷവും ഭരണപക്ഷവും ഉണ്ട്. അവർ ഭരണത്തിലെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷവും, അല്ലെങ്കിൽ അടുത്ത തവണ ഭരണത്തിലേറാൻ വേണ്ടി അവർ രാഷ്ട്രീയമായിട്ടുള്ള ചതുരംഗക്കളികളിലും ഏർപ്പെടും. പക്ഷെ ഒരു രാഷ്ട്രത്തിന്റെ ഉള്ളിൽ അവർക്ക് പൊതുവായി ആ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടൊരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമോ എന്നോ ഇല്ലാതെ ഒരു സർക്കാർ, ജനങ്ങളുടെ സർക്കാർ എന്ന രീതിയിൽ ഐക്യപ്പെടുകയും ജനങ്ങളുടെ സുരക്ഷയ്ക്കായി അവർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അതിൽ സാഹചര്യങ്ങൾ വ്യത്യസ്തമാവുകയാണ്. ഇന്ത്യയിൽ സംഭവിക്കുന്നത്, ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ് പിന്നീട് അവർക്കൊരു കേന്ദ്ര സർക്കാരിനൊരു അപ്പർ ഹാൻഡ് ലഭിക്കുന്നുണ്ടോ പൊളിറ്റിക്സിൽ, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ തുടർഭരണം വരുമോ, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഞങ്ങൾ സീസ് ഫയർ ഉണ്ട്, പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ എന്ന വാർഫീൽഡ് ഇപ്പോഴും നിലനിൽക്കുകയാണ്, അതിൻ്റെ ഭാഗമായി സർവകക്ഷി സംഘത്തെയൊക്കെ വിടുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഒരു പ്രാധാന്യം ലഭിക്കാതെയും നരേന്ദ്രമോദി സർക്കാരിനും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡിനും ഒരു അപ്പർ ഹാൻഡ് ലഭിക്കുന്ന സമയത്താണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഇനി കുറച്ച് വോട്ടുകൾ നേടാൻ സർക്കാരിനെ എതിർക്കാം എന്നൊരു തീരുമാനത്തിലെത്തുന്നത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഒരുപാട് പരാമർശങ്ങൾ നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യം, പാകിസ്ഥാന് നേരത്തെ തന്നെ ഇവിടുത്തെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന വിവരങ്ങൾ ചോർത്തിക്കൊടുത്തോ എന്നൊരു ചോദ്യം. ശേഷം ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുക്കം സത്യത്തിൽ സീസ് ഫയറുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സർവകക്ഷി സംഘം വിവിധ രാഷ്ട്രങ്ങളിൽ ചെന്ന് പറഞ്ഞത് പാകിസ്ഥാനിലെ കമാൻഡർ ജനറലാണ് ഇന്ത്യയിലേക്ക് വിളിച്ച് സീസ് ഫയറിന് ആവശ്യപ്പെടുന്നത്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ നമ്മുടെ പക്ഷത്തുള്ള സമയത്ത് തന്നെയാണ് നമ്മളുടെ പ്രതിപക്ഷ നേതാവ് ഈ നാട്ടിലിരുന്നുകൊണ്ട് അതങ്ങനെയല്ല. ആലോചിച്ച് നോക്കുക, ശശി തരൂർ അടക്കമുള്ള കോൺഗ്രസിലെ അതിൽ പ്രബുദ്ധനായ ഒരു നേതാവ് ഒരു വശത്ത് ലോകരാജ്യങ്ങളിലെല്ലാം പോയി ഇന്ത്യ മൊത്തത്തിലുള്ള പറയുമ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി, അതാണ് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. അതായത് ഈ നാട്ടിലെ സാധാരണക്കാര ജനങ്ങൾക്ക് പാക് മീഡിയകളൊന്നും കാണുന്നുണ്ടാവില്ല. പക്ഷെ പാകിസ്ഥാൻ മീഡിയയിൽ മുഴുവൻ തരത്തിലും അവർ എയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വാർത്തകളും
അതായത് ഇന്ത്യക്കുള്ളിൽ സംഘർഷമാണെന്നും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് തന്നെ സർക്കാരിനെതിരെ പറയുന്നുണ്ട്. അപ്പം ഇവരാണ് അറ്റാക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഇവർ ഇത്രയും അധികം പാകിസ്ഥാനെ ആക്രമിച്ചു, അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ യാഥാർത്ഥ്യമല്ല, അല്ലെങ്കിൽ പാകിസ്ഥാനിൻ്റെ മേൽ ഇന്ത്യക്ക് ഒരു അപ്പർ ഹാൻഡ് ലഭിച്ചു എന്ന കാര്യങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവ് തന്നെ വിമർശിക്കുന്ന വീഡിയോകൾ എടുത്തു വെച്ചിട്ടാണ്. അതായത് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഹിസ് ആൻ അതോറിറ്റി അല്ലേ, അയാൾ പറയുന്ന കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ഇന്ത്യക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊരു ഗതികെട്ട അവസ്ഥയാണെന്ന്. പാകിസ്ഥാന് ലഭ്യമായിരുന്ന ആയുധശേഖരങ്ങളിൽ US നിർമ്മിത ആയുധശേഖരങ്ങൾ ഉണ്ടെന്നും റഷ്യൻ നിർമ്മിതമായ ആയുധങ്ങളാണ് ഇന്ത്യയുടെ പക്കലുണ്ടായിരുന്നെന്നും ഇന്ത്യക്ക് ഡിഫൻസ് ആണെങ്കിൽ മറ്റത് ഒഫൻസീവായ മോഡിലായിരുന്നു അവരുടെ ആയുധങ്ങൾ എന്നൊക്കെ വിചാരിച്ചു വലിയ തരത്തിലുള്ള ചർച്ചകളൊക്കെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപേ തന്നെയുള്ള നയതന്ത്ര അല്ലെങ്കിൽ പ്രതിരോധ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകാൻ തന്നെയാണ് ഇന്ത്യ റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുന്നതും അതിൽ ഇന്ത്യക്ക് പൂർണ്ണമായി ഒരു അപ്പർ ഹാൻഡ് ലഭിക്കുകയും ചെയ്യുന്നത്. ആ സാഹചര്യത്തിൽ ആ രീതിയിൽ സംസാരിക്കേണ്ടതിന് പകരം സ്വാഭാവികമായിട്ട് നമ്മുടെ റാഫേൽ വിമാനങ്ങൾ തകർന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അതൊന്നും നമ്മുടെ മിലിറ്ററിയോ അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽസോ അത് കൺഫേം ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പോലും സാധിക്കില്ല. പക്ഷേ അതിനേക്കാൾ മുമ്പേ ഇവിടെ കൺഫർമേഷൻ തന്ന് ഇന്ത്യയുടെ മിലിറ്ററി സംവിധാനം പോരാ എന്നും ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ നയിക്കുന്ന സർക്കാരിൻ്റെ നയങ്ങളും നിലപാടുകളും രീതികളും പാടില്ല എന്നും അല്ലെങ്കിൽ അത് മോശമാണെന്നും അത് ഒരർത്ഥത്തിലും നയതന്ത്ര തന്ത്രത്തിൽ വിജയിച്ചിട്ടുള്ളതല്ല ഇന്ത്യൻ സർക്കാർ എന്നുമൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്തായാലും സത്യത്തിൽ ജനങ്ങൾ അതിന് മറുപടി കൊടുക്കാൻ പോകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിലായിരിക്കും. ശരത്, അതിനകത്ത് യാതൊരുവിധ സംശയമില്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടായിരുന്നു. പറയാൻ ഇപ്പൊ ഇതിനകത്തൊരു നിലപാടില്ല എങ്കിൽ മൗനം പാലിക്കുകയുള്ളതാണ്. അല്ലെങ്കിൽ മറ്റുള്ള കേന്ദ്ര സർക്കാരിന്റെ എത്രയോ പദ്ധതികൾ ഇപ്പൊ എന്തെങ്കിലും നടപടി അങ്ങനെ ഒരു രീതിയിൽ ഇപ്പം കർഷക സമരം എടുക്കാം, കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം ഉണ്ട്, ആ ഒരു വിഷയത്തിലേക്ക് അവർക്ക് ആംഗിൾ ചെയ്യാമായിരുന്നു. മാത്രമല്ല ഭോപ്പാലിൽ വന്നിട്ടാണ് നരേന്ദ്രമോദിയും ദിവസങ്ങൾക്ക് മുൻപ് നല്ലൊരു അവരുടെ സ്ട്രാറ്റജി പറയുന്നത്. അവിടെ ഒരിക്കലും പ്രതിപക്ഷത്തിന്റെ പോരായ്മകളോ അല്ലെങ്കിൽ അവർ സഹകരിച്ചില്ല എന്നൊന്നും മോദി അവിടെ സംസാരിച്ചിട്ടില്ല. അതേ വേദിയിൽ അല്ലെങ്കിൽ ആ ഒരു ഇടത്ത് വന്നിട്ടാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. മനുജ പറയുന്നത് കറക്റ്റായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് മോദിയുടെ സറണ്ടർ പറയുന്നു, അമേരിക്കയുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും പാക് മീഡിയ അത് ഏത് രീതിയിൽ ആഘോഷിക്കും. സ്വാഭാവികമായിട്ട് അവർ പറയുന്നതെല്ലാം സത്യം എന്ന രീതിയിൽ തെളിയും. ഒന്നാമതേ നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ളത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ഒരു ഓപ്പറേഷൻ സിന്ദൂറിനടക്കം ഒരു വിലയുണ്ട്. പക്ഷേ ലോകമാധ്യമങ്ങൾ അങ്ങനെ ആയിരിക്കും, അവർ പാകിസ്ഥാന്റെ പക്ഷം കൂടെ കേൾക്കും. അവിടെ ഇന്ത്യൻ മാധ്യമങ്ങൾ നമ്മളെപ്പോലെ നമ്മൾ ഇന്ത്യൻ മാധ്യമങ്ങൾ കാണുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വിശ്വസിക്കുന്നത്. പക്ഷെ അവരുടെ രീതികളിൽ അവിടെയൊക്കെ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയെ പോലെ തന്നെ പാകിസ്ഥാനും അവരുടെ രീതിയിൽ പ്രൊമോട്ടർമാരുണ്ട്. അവർ ആ രീതിയിൽ പറയുമ്പോഴത്തേക്കും അപ്പം സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ രീതിയിലൊരു വിമർശനം ഉയരുമ്പോൾ ഇതിലൊക്കെ സത്യമില്ലെന്ന് തോന്നിപ്പോകും. പിന്നെ നമ്മുടെ ഈ സർവകക്ഷി പ്രതിനിധി സംഘത്തേക്ക് വിടുന്നത് വെറുതെ ആയിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു വശത്ത് അവർ കൃത്യമായി അവരുടെ നടപടികൾ സ്വീകരിക്കുമ്പോൾ അതായത് രാജ്യത്തെ എല്ലാ പാർട്ടികളിൽ നിന്നുമുള്ള ആളുകൾ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഇവിടുത്തെ ഇന്ത്യൻ സൈന്യത്തെ അടക്കം അപമാനിക്കുന്ന തരത്തിൽ പരാമർശം നടത്തുകയാണെങ്കിൽ അതിന് പരം മ്ലേച്ഛകരമായ കാര്യം മറ്റൊന്നുമില്ല. സത്യം പറഞ്ഞാൽ രാജ്യദ്രോഹിയുടെ എല്ലാ വാക്കുകളും ഒരു BJP നേതാവ് അടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്, രാഹുൽ ഗാന്ധി രാജ്യദ്രോഹിയെ പോലെ പെരുമാറുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ അല്ലേ സത്യം പറഞ്ഞാൽ ഇവിടെ പെരുമാറുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഭാഷ കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഇന്ത്യൻ സൈന്യം എല്ലാം ഉൾപ്പെടുന്ന ഒരു കാര്യം, അതിനകത്ത് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ പക്വത പുലർത്തേണ്ടതുണ്ട്. നമ്മൾ രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട ഒരാളൊന്നുമല്ല. അദ്ദേഹം ഈ ഒരു രംഗത്ത് വർഷങ്ങളായി ഉള്ള ഒരാൾ കൂടിയാണ്, പ്രത്യേകിച്ച് ആ ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മളാൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരാൾ കൂടിയല്ല രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പക്വതയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയിൽ നിന്ന്.